ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ നിന്ന് SFI ജില്ലാ പ്രസിഡന്റിനെ ഒഴിവാക്കി. പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ മാത്രമാണ് വിജയ് വിമലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വിജയ് വിമലിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഹരിമോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, എപ്പോൾ ഈ സംഘർഷത്തിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്ന കേസാണോ ഇപ്പോൾ നിലനിൽക്കുന്നത്? വാഹനത്തിൽ മേൽ ആക്രമണം നടത്തിയതിൽ വിജിൽ മോഹൻ ഇല്ല എന്നുള്ള തിരിച്ചറിവാണോ ഉണ്ടായത്? മാധു, തീർച്ചയായിട്ടും ഇപ്പോൾ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്, അതായത് പൊതുമുതൽ നശിപ്പിച്ച കുറ്റമടക്കം ചുമത്തിയിട്ടുള്ള ആദ്യ കേസിൽ നിന്ന് SFI ജില്ലാ പ്രസിഡന്റിനെ ഒഴിവാക്കിയിരിക്കുന്നു. മറിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന സമയത്ത് അത് തടയാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്നുള്ള കേസിലാണ് ഇപ്പോൾ SFI ജില്ലാ പ്രസിഡന്റ് വിജയ് വിമലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതിയിൽ വിജയ് വിമലിനെ ഹാജരാക്കും. പക്ഷേ റിമാൻഡിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയാണ്. കാരണം ജാമ്യമില്ലാ വകുപ്പുകൾ ഇതിനകത്തും ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ പൊതുമുതൽ നശിപ്പിക്കൽ എന്നുള്ള വകുപ്പ് മാത്രം ഉൾപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറിച്ച് അതേസമയം തന്നെ വധശ്രമം, ആയുധം ഉപയോഗിച്ച് ആക്രമിക്കൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ അടക്കമുള്ള മറ്റ് ജാമ്യമില്ലാ വകുപ്പുകൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ചുമത്തിയിട്ടുണ്ട്. SFI മുൻപ് ഇക്കാര്യം തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവവുമായി വിജയ് വിമലിന് ഒട്ടും ബന്ധമില്ല. ആ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ED ഉദ്യോഗസ്ഥരെ വിജയ് ആക്രമിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു SFI സംസ്ഥാന സെക്രട്ടറി അടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ പോലീസിന്റെ നടപടി എന്ന് പറയുന്നത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതല്ല, മറിച്ച് ഈ കൃത്യനിർവഹണം നടത്താനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ അതിൽ നിന്ന് തടയുകയും ആക്രമിക്കുകയും ചെയ്തു എന്നുള്ള ഒരു കുറ്റമാണ്, അല്ലെങ്കിൽ കേസാണ് ഇപ്പോൾ വിജയ് വിമലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. പക്ഷേ അതുപോലും SFI ഇപ്പോൾ എതിർക്കുന്നുണ്ട്. കാരണം തെരഞ്ഞുപിടിച്ച SFIക്കാരെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ് അവർ ആരോപിക്കുന്നത്. മാത്രമല്ല, ഇന്നിപ്പോൾ വിജയ് വിമലിനെ അറസ്റ്റ് ചെയ്തത് അഞ്ചുതെങ്ങിലെ വിജയുടെ വീട്ടിൽ കയറിയാണ്. അപ്പോൾ വീട്ടിൽ സഹോദരിയും അമ്മയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അറസ്റ്റ് നടപടിക്രമങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെയുള്ള അറസ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ കോടതിയിൽ ജാമ്യാപേക്ഷ അടക്കം നൽകുമ്പോൾ SFI വാദിക്കാൻ പോകുന്ന ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് അന്നത്തെ ദൃശ്യങ്ങളിലൊക്കെ തന്നെ വിജയ് വിമൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് പോലീസിന് നേരെ അക്രമം അഴിച്ചുവിടുന്നു, അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നു, ഒപ്പം തന്നെ കല്ലുകൾ ഉപയോഗിച്ച് പോലീസിനെ ആക്രമിക്കുന്നു തുടങ്ങിയ ഒട്ടേറെ കുറ്റകൃത്യങ്ങൾ വിജയ് വിമലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു ഭാഷ്യം എന്ന് പറയുന്നത്. എന്തായാലും കോടതിയിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ഹാജരാക്കും. അതിൽ സമർപ്പിക്കുന്ന റിമാൻഡ് റിപ്പോർട്ട് അടക്കം പ്രധാനപ്പെട്ടതുമാണ്. ഇതോടെ 26 പ്രതികളാണ് ഈ രണ്ട് കേസുകളിലുമായി ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത്. ഇനിയും അറസ്റ്റ് തുടരുമെന്നുള്ള തന്നെയാണ് പോലീസ് പറയുന്നത്. കൂടുതൽ നേതാക്കളെ അടക്കം തെരഞ്ഞെടുക്കും. വിജയ് വിമലിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. നിലവിൽ പൊതുമുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസ് വിജയ് വിമലിനെതിരെ ഇല്ല. പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി തുടങ്ങിയ കേസുകളാണ് വിജയ് വിമലിനെതിരെ ഇപ്പോൾ ഉള്ളത്. ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്.